നിങ്ങൾ ഇതുപോലെ കാരമൽ സേമിയ പായസം ഉണ്ടാക്കിയവരാണോ? ഇല്ല എങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ആദ്യം നമുക്ക് കാഷ്യൂ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് കാഷ്യൂവിൻ്റെ കൂടെ മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ കാഷ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ കാഷ്യൂ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറിയാൽ നമുക്ക് ഈ കാഷ്യൂ കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പോളം സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഈ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി, ഒത്തിരി ഒന്നും കളറ് മാറണ്ട. ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത്രയും മതി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കാരമലാണ്. ഞാൻ ഇതുപോലെ ഒരു സോസ് പാനിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട. ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒത്തിരി തീയങ്ങ് കൂട്ടി വെച്ചാൽ നമ്മുടെ കാരമലിന് ഒരു കയ്പ്പ് രുചിയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പായസം ഒരു കയ്പ്പ് രുചി വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കളറ് മാറിയാൽ നമ്മൾ ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഒത്തിരി കളറ് മാറരുത്, ചെറിയ തീയിലും വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം തന്നെ നമുക്കിതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. ഇതിലേക്ക് പാലൊഴിച്ച ഉടനെ നമ്മുടെ കാരമൽ ഇതുപോലെ കട്ട പിടിച്ചുകൊണ്ടിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതെല്ലാം ഇതിനകത്ത് യോജിച്ച് വരും. ഇനി നമുക്കിതിനകത്തേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് കുക്കാവണം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. 1-2 പ്രാവശ്യം ഇങ്ങനെ പാൽ തിളക്കുമ്പോഴത്തേക്ക് സേമിയ കുക്കാവും. സേമിയ നല്ലപോലെ ഒന്ന് കുക്കായി എന്ന് തോന്നിയാൽ നമുക്കിതിനകത്തേക്ക് ശകലം ഏലക്കപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാടൊന്നും ചേർത്ത് പോവല്ലേ കേട്ടോ. കാരണം ഇതിനകത്തുള്ള മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ശകലം ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കൂടെ ചേർത്ത് കൊടുക്കാം. ശകലം കാഷ്യൂ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് ലാസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂടോട് കൂടിയിട്ട് കുടിക്കാം. ഇല്ല എങ്കിൽ ചെറിയ ചൂടോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. ഞാനിത് നല്ലപോലെ ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരുന്നു. എന്നിട്ട് നല്ലതുപോലെ തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാ സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും ചെറിയൊരു മാറ്റം, അത്രയേ ഉള്ളൂ. ടേസ്റ്റിലും ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.